നിങ്ങൾ ഈ ചോക്ലേറ്റ് ഡിങ് ഡോങ് കേക്ക് കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. ചോക്ലേറ്റിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. ഇതിൻ്റെ പേര് പോലെ തന്നെ കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ഡിങ് ഡോങ് കേക്ക് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 കപ്പ് എന്ന് പറയുന്നത് 250 ml കപ്പാണ്. അതിൽ 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം. കൊക്കോ പൗഡർ ഞാൻ എടുത്തിട്ടുള്ളത് ഡാർക്കാണ്. ഡാർക്ക് അല്ലാത്ത നോർമൽ ആയിട്ടുള്ളത് എടുത്താലും മതി. പക്ഷേ ഈ ഒരു കേക്ക് കുറച്ചും കൂടി ഡാർക്ക് കളറിൽ കാണാനാണ് ഭംഗി. യൂഷ്വലി ഡാർക്ക് കൊക്കോ പൗഡറാണ് ഈ ഒരു കേക്കിനായിട്ട് യൂസ് ചെയ്യാറ്. അപ്പോൾ 1/2 കപ്പ് അളവിൽ ഡാർക്ക് കൊക്കോ പൗഡറും 1.5 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അരിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. പറ്റുവാണെങ്കിൽ 1, 2, 3 തവണ അരിക്കുക. എന്നാൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ അരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത്രയും പാലില്ല എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് അളവിൽ പാലും 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ 1 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണം ചേർക്കാനായിട്ട്. 1 രൂപയുടെ ബ്രൂ കോഫി കിട്ടും, അത് യൂസ് ചെയ്താൽ മതി. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ മൈദ എത്രയാണ് എടുത്തിട്ടുള്ളത് അതേ സെയിം അളവിൽ തന്നെ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. 1 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. തണുത്തത് ചൂടുള്ളതൊന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. മുട്ട യൂസ് ചെയ്യുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് അളവിൽ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത ഓയിൽസ് ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്തെടുക്കുമ്പോൾ എന്ന് പറഞ്ഞത് നമുക്ക് പ്രോസസ്സൊക്കെ വളരെ ഈസിയാണ് കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മൾ മുട്ട അങ്ങ് പതിപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഞ്ചസാരയൊന്ന് അലിഞ്ഞ് വരണം, അതുവരെ നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ വെറ്റ് ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. ബീറ്ററിന് പകരം വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് ചേർന്നാൽ മതി കേട്ടോ. അത്ര വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുത്താൽ മതി. മുട്ടയും പഞ്ചസാരയും പാലും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നാൽ മതി. ഏകദേശം ഇപ്പോൾ 2 മിനിറ്റോളം മീഡിയം സ്പീഡിലിട്ടിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും മതി കേട്ടോ. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2-3 തവണയായിട്ട് ചേർത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ പോലെ അത്ര തിക്കായിട്ടില്ല, ഇത്തിരി ലൂസായിട്ടുള്ള പരിവാണ് നമ്മുടെ ഈ ഒരു ഡിങ് ഡോങ് കേക്കിൻ്റെ ബാറ്റർ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ബാച്ച് ചേർത്ത് കൊടുത്തു. പിന്നെ രണ്ടാമത് നമ്മൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബീറ്റർ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മിക്സ് ചെയ്യാതെ ഇതേപോലെ പതിയൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അങ്ങ് തെറിച്ച് പോകും, നമ്മുടെ ചുറ്റിലാകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി നിങ്ങൾ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ഈ ഒരു കേക്ക് സ്പഞ്ച് ചെയ്തെടുക്കാനായിട്ട്. ബീറ്റർ ഉള്ളവർ അത് യൂസ് ചെയ്യുക, അതല്ലാത്തവർ വിസ്ക് ആയിരുന്നാലും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്കോ സ്പൂൺ ആയിരുന്നാലും മതി. നമുക്ക് അത്ര സമയമൊന്നും എടുക്കില്ല കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ശരി, നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് എടുത്തിട്ട് റെഡിയാക്കിയിട്ട് വരാം. അപ്പോൾ ഇതേ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതിൻ്റെ സൈഡെല്ലാം ഒന്നങ്ങ് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കാം. സൈഡിലെല്ലാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇതുമായിട്ട് അങ്ങ് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടോ,
ഇത്തിരി ലൂസായിട്ടുള്ള റണ്ണിങ് ആയിട്ടുള്ള ബാറ്ററാണ്. പക്ഷേ ഞാൻ സാധാ പറയുന്ന പോലെ തന്നെ ഇതങ്ങ് ബ്രേക്ക് ആയിട്ട് പോകുന്നില്ല, ഒരേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് നമ്മുടെ ബാറ്ററി വീഴുന്നില്ല. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ പരിവം വന്നിട്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്ന പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്തെടുക്കുമ്പോൾ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ. കാരണം എന്നാലും നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കേക്ക് ടിന്നിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം സാധാ കേക്ക് ചെയ്യുന്ന പോലെ തന്നെ നല്ലതുപോലെ ടാപ്പ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സാധാ കേക്കിനേക്കാളും കുറച്ചും കൂടി ബേക്കിംഗ് ടൈം ഉണ്ട്. 45 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാനെടുത്ത ടൈം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് 45 മിനിറ്റ് ശേഷം ഇതങ്ങ് തുറന്നു നോക്കാം. അപ്പോൾ ഇതേ കറക്റ്റ് 45 മിനിറ്റ് ശേഷം ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ലതുപോലെ ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചൂടെല്ലാം മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലുള്ളൊരു പാൻ എടുത്തിട്ടുണ്ട്. അടിയിൽ പിടിക്കുന്ന പാനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഡബിൾ ബോയിലിംഗ് ചെയ്തെടുത്തിട്ട് വേണം ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കാനായിട്ട്. അതിൻ്റെ വീഡിയോയും നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ, ചോക്ലേറ്റ് ഗനാഷ് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കുന്ന രീതി. അപ്പോൾ ഇതേപോലെ നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ കുഴപ്പമില്ല. അതിലേക്ക് 1/2 കപ്പ് അളവിൽ ക്രീം ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ചൂടായി വന്നാൽ ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അളവിൽ ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ് ആണ് ചേർക്കുന്നത്. ഡാർക്ക് ആയിരുന്നാലും ഏത് ചോക്ലേറ്റ് ആയിരുന്നാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ഞാൻ 1/2 കപ്പ് അളവിൽ ക്രീം എടുത്തതിൻ്റെ പേരിൽ ഇപ്പം നമ്മൾ ഏത് കപ്പാണ് എടുക്കുന്നത് അതിൻ്റെ ഡബിൾ നമ്മൾ ചോക്ലേറ്റ് എടുക്കുക. അപ്പോൾ ഈ ഒരു 1/2 കപ്പിൻ്റെ അളവിൽ 2 കപ്പ് വീതം ഞാൻ ഇതിലേക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. മെൽറ്റായി വന്നതിന് ശേഷം ഇതിൻ്റെ ചൂടെല്ലാം മാറിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് ഇതിൻ്റെ ചൂടെല്ലാം മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് സെറ്റായിട്ട് കിട്ടും. പക്ഷേ ഞാനിപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല. ബാക്കിയുള്ള പ്രോസസ്സെല്ലാം അങ്ങ് ചെയ്തെടുക്കുന്ന ആ സമയമാകുമ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് ചൂടെല്ലാം മാറിയിട്ട് വരും. അപ്പോൾ ഇനി നമുക്കിത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കേക്കിൻ്റെ ചൂടെല്ലാം ഇവിടെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് തന്നെ ബട്ടർ പേപ്പർ വെച്ചതിൻ്റെ പേരിൽ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ലെയർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കേക്ക് ഒന്ന് ലെവൽ ചെയ്തെടുക്കാനായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ ചോക്ലേറ്റ് സ്പഞ്ച് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഈ ഒരു സ്പഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗണിയുടെ ഒരു ടേസ്റ്റ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ചോക്ലേറ്റ് സ്പഞ്ച് കഴിക്കാൻ തന്നെ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മുടെ കേക്ക് 2 ലെയറായിട്ടാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. 3 ലെയർ വേണമെങ്കിൽ കട്ട് ചെയ്യാം. പക്ഷേ ഈ ഒരു കേക്കിൻ്റെ ഭംഗി അതാണ്. 2 ലെയർ കട്ട് ചെയ്തതിന് ശേഷം നല്ല തിക്കിൽ നമ്മൾ ക്രീം ഇട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കേക്ക് അവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് 1/2 കപ്പ് അളവിൽ ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ മുഴുവനായിട്ട് ഈ കേക്ക് ക്രീം വെച്ചിട്ട് കവർ ചെയ്യുന്നില്ല. ഇതിൻ്റെ ലെയറിൽ മാത്രമേ നമ്മൾ ക്രീം കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 1/2 കപ്പ് അളവിൽ ക്രീം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ക്രീം എന്ന് പറയുന്നത് മാക്ടോപ്പിൻ്റെ ക്രീമാണ്. വേറെ അൽമറായുടെ ക്രീമൊക്കെ ഉണ്ട്, പക്ഷെ അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഉള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക ഈ ഒരു ക്രീമാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. പിന്നെ നന്നായിട്ട് സ്റ്റിഫ് പീക്സ് ആയിട്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ദേ നമ്മുടെ ക്രീമും ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു കേക്കിലേക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഷുഗർ സിറപ്പിനായിട്ട് 1/2 കപ്പ് അളവിൽ പാലും ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടിയിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കോഫി പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ അളവിൽ കോഫി പൗഡറും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഷുഗർ സിറപ്പാണ്. എന്നിട്ട് തണുപ്പിച്ചെടുത്ത ഷുഗർ സിറപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അല്ല നിങ്ങളുടെ കയ്യിൽ പാലില്ലാന്നുണ്ടെങ്കിൽ വെള്ളവും പഞ്ചസാരയും പിന്നെ അതേപോലെ തന്നെ കോഫി പൗഡറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എനിക്ക് പാലിൻ്റെ ഫ്ലേവർ ഒന്നും കൂടി ഇഷ്ടമായതിൻ്റെ പേരിലാണ് സ്പഞ്ച് ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പാൽ യൂസ് ചെയ്തിട്ടുള്ളത്. പാലില്ലാന്നുണ്ടെങ്കിൽ വെള്ളം യൂസ് ചെയ്താലും മതി. അപ്പോൾ ഷുഗർ സിറപ്പ് കൊണ്ട് നല്ലതുപോലെ വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രീം നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് നമുക്ക് ആകെ 2 ലെയറേ ഉള്ളൂ. നല്ല തിക്കായിട്ട് നമ്മൾ ഇടയിൽ ക്രീം വെച്ച് കൊടുക്കണം. നല്ല കട്ടിയിൽ ക്രീം നമുക്ക് വെച്ച് കൊടുക്കാം. വേറെ പുറമേ ഒന്നും നമ്മൾ ക്രീം വെച്ചിട്ട് ഐസിങ് ചെയ്യുന്നില്ല.
അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സൈഡിലുള്ള ക്രീമെല്ലാം ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ക്രീം വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാനായിട്ട് മറന്നു പോകരുത്. ഫ്രിഡ്ജിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് തണുപ്പിച്ചെടുക്കുക. ഫ്രിഡ്ജ് അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീസർ ആയിരുന്നാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഈ കേക്കിൻ്റെ മുഴുവൻ സൈഡിലാകുന്ന വിധത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാട്ടെ. ഈ ഒരു ചോക്ലേറ്റ് ഗനാഷിൻ്റെ അളവെന്ന് പറയുന്നത് കറക്റ്റ് പാകമാണ് ഈ ഒരു കേക്കിനായിട്ട്. ഈ ഒരു കേക്ക് ഇപ്പോൾ ഒരു 1 kg വെയിറ്റ് വരുന്ന കേക്കാണ്. അപ്പോൾ മുഴുവനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഫൈനൽ ഡെക്കറേഷനായിട്ട് ഇതിൻ്റെ ബോർഡറിൽ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും മാത്രമാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് തണുപ്പിച്ചിട്ട് നമുക്ക് ഈ ഒരു കേക്ക് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് ടിങ് ടോങ് കേക്ക് ചെയ്തെടുക്കാനായിട്ട്. നല്ല എളുപ്പമല്ലേ ചെയ്തെടുക്കാനായിട്ട്? ഉണ്ടാക്കാനും എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്, എല്ലാം നല്ല എളുപ്പമാണ്. ഐസിങ് എളുപ്പമാണ്, നമ്മുടെ കേക്ക് സ്പഞ്ച് ചെയ്തെടുക്കുന്ന കാര്യം എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കേക്ക് റെസിപ്പി ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാകും എത്ര അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഒരു കേക്ക് കിട്ടിയതെന്ന്. വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞിറങ്ങും, അത്രയും ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു കേക്ക്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. താങ്ക്